പത്തനംതിട്ട പോക്സോ കേസിൻ്റെ അന്വേഷണത്തിനായി DIG അജിത ബീഗത്തിൻ്റെ മേൽനോട്ടത്തിൽ 25 ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പത്തനംതിട്ട DYSP S നന്ദകുമാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇതുവരെ 26 പേരാണ് കേസിൽ അറസ്റ്റിലായത്. അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്നും പോലീസ് റിപ്പോർട്ട് പറയുന്നു. ആദ്യം ഈ റിപ്പോർട്ടൊന്ന് കാണാം. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അച്ഛന്റെ ഫോൺ വഴി പെൺകുട്ടിയെ ബന്ധപ്പെട്ടവരുൾപ്പെടെ 2 സ്റ്റേഷനുകളിലായി 3 കുട്ടികൾ ഉൾപ്പെടെ 26 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. 14 FIRകൾ രജിസ്റ്റർ ചെയ്തു. 7 പേർ കസ്റ്റഡിയിലുമാണ്. ജില്ലയ്ക്കുള്ളിലുള്ള മുഴുവൻ പ്രതികളെയും 2 ദിവസത്തിനകം പിടികൂടാനാണ് പോലീസ് നീക്കം. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പത്തനംതിട്ട SP VG വിനോദ് കുമാറും DYSP S നന്ദകുമാറും ഉൾപ്പെടെ 25 അംഗ അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്നാണ് പോലീസ് റിപ്പോർട്ട്. DIG അജിത ബീഗമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കുട്ടിയുടെ സംരക്ഷണത്തിന് ലേസൺ ഓഫീസറായി വനിതാ SI തന്നെ നിയോഗിച്ചു. കുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ആവശ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസവും ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. നഗ്ന ചിത്രങ്ങൾ പകർത്തി അത് സുഹൃത്തുക്കൾക്ക് കൈമാറി. ആ സുഹൃത്തുക്കൾ പിന്നീട് ഈ പെൺകുട്ടിക്ക് അയച്ച് അതിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. പിന്നീട് അവരുടെ ഇംഗിതത്തിന് വിധേയമാക്കുന്നു. അങ്ങനെ ക്രൂരമായ ബലാത്സംഗങ്ങൾക്കാണ് കുട്ടി വിധേയമായത്. ആ അതിജീവിതയ്ക്കുള്ള നീതി ഉറപ്പാക്കാനാണ് പോലീസിൻ്റെയും ഇപ്പോഴത്തെ ശ്രമം. പത്തനംതിട്ടയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ. തീർച്ചയായും രാജ്കുമാർ തന്നെ നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. രാജ്കുമാർ ഹൃദയം കൊണ്ടാണ് ആ P2C നൽകിയതും. കാരണം നോക്കൂ, ഒരു കുട്ടിയെ പിച്ച് ചിന്തിയ അതിൻ്റെ നാൾ വഴികൾ, അതിലായി രൂപപ്പെടുത്തിയ സംഭവഗതികൾ, മാത്രമല്ല ആ കുട്ടിയുടെ പിതാവിൻ്റെ സുഹൃത്തുക്കൾ പോലും പീഡിപ്പിച്ചു എന്നത്. 5 വർഷത്തിനിടയിൽ 62 പേർ ആ കുഞ്ഞു ശരീരത്തെ പിച്ച് ചീന്തിയെന്ന്. രാജ്കുമാർ. അജിംഷാദ്, നമുക്ക് ഒരിക്കലും ഈ സമീപ കാലയളവിൽ ഇതുപോലെയുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ ഒരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ, ദൗർബല്യങ്ങൾ അത് മുതലെടുത്ത് കുറെ ആളുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ സംഖ്യ ചിലപ്പോൾ ഇതിൽ കൂടാം, ഇത് കുറയാം, എന്നാലും അത്രയും ആളുകൾ ഒരു കൂസലുമില്ലാതെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ കുട്ടിയെ അവരുടെ ലൈംഗിക ശ്രേഷ്ഠകൾക്ക് വിധേയമാക്കി. ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് വെച്ച് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരുടെ എല്ലാം ഇഷ്ടത്തിന് വഴങ്ങുന്നതിന് പ്രേരിപ്പിച്ചു. ഈ നിലയിലൊക്കെയായിരുന്നു. ഏറ്റവും ഒടുവിൽ കുടുംബശ്രീയുടെ അവിടെ ഈ പറഞ്ഞ സുജു മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. കുടുംബശ്രീയുടെ പരിപാടി, മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടി ഈ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. അവിടെ വന്നവരോടാണ് ഈ കുട്ടി ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ പറയണമെന്ന് തോന്നി വിങ്ങിപ്പൊട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതോടുകൂടിയാണ് ഇതിപ്പോൾ CWCയുടെ പക്കൽ പോയതും CWC കേസെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചതും. അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഇരട്ട നീതി, ഒന്ന് കുട്ടിക്കുള്ള അതിജീവിത എന്ന് പറയുന്ന ആ അതിജീവിതയ്ക്കുള്ള ഒരു കൈത്താങ്ങ്, കരുതൽ, അത് ഗവൺമെന്റിന്റെ കൂടിയാണ്. രണ്ടാമത് കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുക. എന്താണോ വെളിപ്പെടുത്തിയത് അത് പ്രകാരം കൃത്യമായ അന്വേഷണം നടത്തി ഒരു വീഴ്ചയും വരുത്താതെ മുഴുവനും പ്രതികളിലേക്ക് എത്താൻ വേണ്ടിയാണ് പോലീസിന്റെ തീവ്രശ്രമം. അതിന്റെ ഭാഗമായി കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുന്നു. ഒപ്പം തന്നെ DIGയുടെ റിപ്പോർട്ട്, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ റിപ്പോർട്ട്. അത് അജിത ബീഗം, റേഞ്ച് DIG അജിത ബീഗത്തിന്റെ റിപ്പോർട്ടും ശ്രദ്ധേയമാണ്. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ നഷ്ടപരിഹാരം നൽകണം. ആ കുട്ടിയുടെ മാനസിക ആരോഗ്യം ശക്തിപ്പെടുന്നതിന് വേണ്ടുന്നുള്ള നടപടികൾ, വിദഗ്ധ ചികിത്സ നൽകണം. 3, ഒരു ലേസൺ ഓഫീസറെ, ഡയറക്ട് SI ആയിട്ടുള്ള ഒരു വനിതാ SI തന്നെ നിയമിച്ചുകൊണ്ട് ആ കുട്ടിയുടെ മുഴുവനും സംരക്ഷണ ചുമതല SIക്ക് കൈമാറുന്നു. ഈ നിലയിലുള്ള ഒരു കരുതലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇരട്ട നീതിയായി പുറത്തു വരുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു കരുതലാണ് ഭരണകൂടം അവൾക്കൊരുക്കുന്നത്. മാത്രമല്ല ഈ നമ്മുടെ നിയമ സംവിധാനമൊക്കെ ഉയർന്നു. റിഫോർമേറ്റീവ് എന്നതിൽ നിന്ന് മാറി വിക്ടിം കേന്ദ്രീകൃതമായി നഷ്ടപരിഹാരം അടക്കം നൽകുന്ന ആ നിയമത്തിൻ്റെ മുഴുവൻ പരിപ്രേക്ഷ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളം ഇവിടെ നീങ്ങുന്നത് എന്നതും ശ്ലാഘനീയമാണ്. പക്ഷേ അപ്പോഴും ഈ ആ പീഡനങ്ങളിൽ ആ കുട്ടി അനുഭവിക്കേണ്ടി വന്ന മാനസിക വ്യഥ, അതാണ് ഏറ്റവും ഭീകരമാകുന്നത്.